ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിലവർ കേരളത്തിലും എത്തി. കേരളത്തിൽ ഇന്ന് കത്തി നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹിജാബ് വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഇവരെല്ലാം ഈ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിന്ന് ഒന്ന് മാറി എന്ന് നമ്മൾ വിചാരിച്ചാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ SDPI ആണ് ഈ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വിഷയങ്ങളെയൊക്കെ കേരളത്തിൽ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ കർണാടകയിൽ ഹിജാബിന്റെ വിഷയം വന്നപ്പോൾ അവിടെയും സമാനമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അന്ന് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് അന്ന് ഈ കുട്ടികളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുക. അതായത് 2 കുട്ടികളാണ് ആ സമയത്ത് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത്. അപ്പോഴേ പറഞ്ഞു ഈ കുട്ടികളുടെ പിറകിൽ ഈ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് കോടതിയിൽ പോകാൻ പറ്റും. കൃത്യമായിട്ടുള്ള നിയമസഹായവും നിയമോപദേശവും ഒന്നും ഇല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുട്ടികൾ പോയതാണ്. പക്ഷെ അത് കേരളത്തിൽ ആരും വകവെച്ചില്ല. കേരളത്തില് ആ സമയത്ത് നമ്മളെപ്പോലുള്ള ചില മാധ്യമങ്ങളാണ് ആ സമയത്ത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് വിഷയം. കാരണം അവിടെ ഒരു സംഘപരിവാറിന്റെ പിന്തുണയുള്ള ഒരു സർക്കാർ, BJP സർക്കാർ കൂടെയാണ് ആ സമയത്ത് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംഘപരിവാറിനെതിരെ മാക്സിമം വെറുപ്പ് വാരി വിതറാനും BJP സർക്കാർ ഇങ്ങനെയാണ്, ശൂലം ഭ്രൂണം ഗർഭിണി തുടങ്ങി, ഗുജറാത്ത് കലാപം തുടങ്ങി, 1947 ഇന്ത്യ വിഭജനം, അതിനു മുമ്പ് RSS എഴുതി വെച്ച ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവരുടെ ശത്രുക്കൾ എന്നുള്ള പല ആംഗിളുകളിലാണ് അന്ന് ചർച്ച ഇവിടെ കൊണ്ടുപോയത്. അപ്പൊ നമ്മൾ പറഞ്ഞു അവർക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല. കാരണം ഇതിനകത്ത് പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിക്കാനായിട്ട് ചില ക്ഷുദ്ര സംഘടനകൾ അല്ലെങ്കിൽ ശക്തികൾ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോ കാരണം അതങ്ങനെയാണല്ലോ. കാരണം ഇവിടെ ഇരുന്നു കൊണ്ട് ഉത്തരേന്ത്യയിൽ ബീഫിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ അതേ സാഹചര്യം വരുമ്പോഴാണ് ഇവര് അതിന്റെ സത്യാവസ്ഥ അറിയുന്നത്. ഉത്തരേന്ത്യയിൽ ബീഫിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു. ഇപ്പൊ ജുനൈദിന്റെ വിഷയമൊക്കെ നമ്മൾ പിന്നീട് അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നതാണ്. ജുനൈദിന്റെ വിഷയത്തിൽ വന്നത് ജുനൈദ് അവിടെ ട്രെയിനിലുണ്ടായ തർക്കത്തിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടതെന്നും ഇപ്പൊ ഉത്തരേന്ത്യയിൽ ബീഫിന്റെ പേരിൽ കൊല്ലപ്പെടുന്നത് പലതും അതിന്റെ സത്യാവസ്ഥയൊക്കെ അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. പിന്നെ രോഹിത് വെമുലയുടെ കേസ് ഇവിടെ വന്നപ്പോൾ രോഹിത് വെമുല ദളിതനാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നീട് പോലീസിന്റെ FIR തന്നെ പോലീസ് പറയുന്നു ദളിതനല്ല രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ സംഘപരിവാർ പിക്ചറിലേ ഇല്ല. ഇവിടെ ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂള്, പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു കുട്ടിയും കുട്ടിയുടെ അച്ഛനും കടന്നു വന്നിട്ട് പറയുകയാണ് എന്റെ കുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കണം. ഈ സ്കൂളിന്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണല്ലോ നിങ്ങൾ കയറിയത്, പിന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ കാണാം പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നു, അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. SDPI പ്രവർത്തകരാണ് എന്നാണ് സ്കൂളിന്റെ PTA പ്രസിഡന്റ് അടക്കം പറയുന്നത്. അപ്പോൾ ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോ ഇത് പന്തിയല്ല എന്ന് തോന്നിയ കന്യാസ്ത്രീകൾ അവിടെ കുട്ടികൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഒരു വളരെ വലിയ രീതിയിൽ അവർ പാനിക്കായി എന്ന് പറഞ്ഞത് കുട്ടികളെല്ലാം പേടിച്ചുപോയി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിടുന്നു. അതോടുകൂടിയാണ് ഈ വിഷയം ലൈം ലൈറ്റിലേക്ക് വരുന്നത്. അപ്പൊ ഇന്നത്തെ ഇതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതി വിധി അടക്കമുണ്ട്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മുഷ്താഖിന്റെ 2018 വിധിയുണ്ട്. അങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് വരണ്ട. കാരണം എന്താണ് സ്കൂൾ പറയുന്നത്, സ്കൂളിന്റെ നിയമം എന്താണ്, നിയമത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇവർക്ക് ബാധകമല്ല. അവര് ഹൈക്കോടതിയെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കർണാടക ഹൈക്കോടതിയും ഇത് തന്നെയാണ് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ഈ കേസ് കിടക്കുകയാണ്. അപ്പൊ നിലവിൽ അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ കോടതി വിധിയാണ് നമുക്ക് മുന്നിലുള്ള ഇപ്പോൾ നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന വിധി എന്ന് പറയുന്നത്. സുപ്രീം കോടതി വിധി നാളെ എന്തോ ആകട്ടെ, അത് വന്നു കഴിഞ്ഞ് മാത്രമേ നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ന് ആ കുട്ടിയുടെ ഈ പിതാവ് ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്റെ കുട്ടിയെ ഞാൻ TC മേടിച്ച് കൊണ്ടുപോകാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. കാരണം കുട്ടിക്ക് അവിടെ പഠിക്കാൻ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കന്യാസ്ത്രീകൾ എന്ന് പറയണം അങ്ങനെ വേണ്ട, ആ കുട്ടി എങ്ങനെയാണോ ഇവിടെ പഠിച്ചിരുന്നത് അതുപോലെ പഠിക്കട്ടെ. ആദ്യം ആ കുട്ടി വന്ന അതേ സ്നേഹത്തിൽ തന്നെ നമ്മൾ എല്ലാവരും ആ കുട്ടിയെ പരിപാലിക്കും, മികച്ച വിദ്യാഭ്യാസം ആ കുട്ടിക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പുള്ളിക്കാരൻ ഈ കുട്ടിയുടെ ബാപ്പ പറയുന്നത് എന്റെ കുട്ടി ഹിജാബ് ഇട്ട് വരുമ്പോൾ അവിടെ മറ്റു കുട്ടികൾ ഭയപ്പെടുന്നു എന്നാണ് ഇവിടെയുള്ള കന്യാസ്ത്രീകൾ പറയുന്നത് എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നോക്കൂ, എന്ത് നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അവിടെയുള്ള കുട്ടികൾ, അതായത് ഒരു കുട്ടിക്ക് ഹിജാബ് ഇട്ട് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഭയം വരുന്നു. അവിടെ എത്രയധികം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ആ കുട്ടികൾക്കും ഭയം വരുന്നുണ്ടെന്നാണോ ഇയാൾ പറയുന്നത്? രണ്ടാമത്തെ കാര്യം, ഈ കുട്ടി അവിടെ വന്നിട്ട്, ഈ കുട്ടിയുടെ പിതാവ് അവിടെ വന്നിട്ട് ഈ വലിയൊരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചപ്പോൾ സ്കൂൾ 2 ദിവസം അവിടെയുള്ള കുട്ടികൾ ഭയന്നിട്ട് അടച്ചിടേണ്ടി വന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ വിഷയം നേരെ എടുത്ത് തിരിച്ചു വയ്ക്കുകയാണ്. കേരളത്തിലെ സർക്കാർ അടക്കം ഈ ഹിജാബ് വിഷയത്തിൽ ഇവർക്ക് സപ്പോർട്ടാണ്, കന്യാസ്ത്രീകളെ തള്ളി പറയുകയാണ്. പക്ഷെ അതിന്റെ അപകടം മനസ്സിലാക്കി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് ആ പ്രസ്താവന മാറ്റി പറയുകയും ചെയ്തു. എന്ത് തന്നെയായാലും ഈ വിഷയം ഇപ്പൊ കെട്ടടങ്ങുന്നില്ല, ഒരു രീതിയിലും കെട്ടടങ്ങുന്നില്ല. കേരളത്തിലേക്ക് ഈ വിഷയം വരുമ്പോൾ മീഡിയ അടക്കമുള്ള ഞാൻ ഈ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരെന്താണ് പറയുന്നതെന്ന് അറിയണമല്ലോ. അപ്പൊ ഇവര് പറയുന്ന വിഷയം എന്ന് പറയുന്നത്, ദാവൂദ് സാർ പറയുന്ന വിഷയം എന്ന് പറയുന്നത്, തുടക്കത്തിൽ എന്താണ് ഇതിൽ തോന്നുന്നതെന്ന് പറയുമ്പം ദാവൂദ് സാർ പറയുന്നത് ഈ വിഷയം സങ്കീർണമാണ്. അവർക്ക് കേരളത്തിൽ വരുമ്പോൾ വിഷയം സങ്കീർണമായി.
കർണാടകയിലാണെങ്കിൽ അവർക്ക് ശൂലം ഭ്രൂണം ഗർഭിണി, നരേന്ദ്രമോദിയുടെ താടി, മോദി ഫാസിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് വാരി അലക്കാമല്ലോ. പക്ഷെ കേരളത്തിൽ ഇതേ വിഷയം വരുമ്പോൾ ഈ വിഷയം സങ്കീർണമായി. കാരണം കള്ളി വെളിച്ചത്തായി. കാരണം യുവമാരാണ് ഇത് നടത്തുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. സുഡാപ്പികൾ, SDPI നാടിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ പറയാണ് ഇതിൽ നിയമപരമായിട്ടുള്ള വിഷയമുണ്ട്, ഭരണഘടനാപരമായിട്ടുള്ള വിഷയമുണ്ട്, ധാർമ്മികമുണ്ട്, നൈതികമുണ്ട് എന്നാണ് ഈ ദാവൂദ് സാർ പറയുന്നത്. ഇതിനെന്തായാലും നിയമപരവും ഭരണഘടനാപരവും ഇവർക്കെതിരാണെന്ന് ഇവർക്ക് എന്തായാലും അറിയാം. അതുകൊണ്ട് തന്നെ ധാർമ്മികവും നൈതികതയിലും പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൺക്ലൂഷനിൽ ഇയാൾ കൊണ്ട് എത്തിക്കുന്നത് ഈ കന്യാസ്ത്രീകൾ ഒരു കഷ്ണം തുണിയല്ലേ ആ കുട്ടി തലയിലിടുന്നത്, അപ്പൊ വിശാല മനസ്സ് കാണിച്ച് അത് അനുവദിച്ചു കൊടുക്കണം, നിങ്ങൾ ദൈവത്തിന്റെ മാലാഖമാരല്ലേ എന്നുള്ള രീതിയിലാണ് നൈതികമായിട്ട് ഇത് പിടിക്കുന്നത്. അപ്പൊ ഈ വിഷയം എങ്ങനെയാണ് പോകുന്നത്? ഈ ഹിജാബിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട് നോക്കിയപ്പോൾ ഈ ഹിജാബ് എന്ന് പറയുന്ന ഈ വസ്ത്രം പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ് 2011 നിരോധിച്ചിട്ടുണ്ട്, ബെൽജിയം നിരോധിച്ചിട്ടുണ്ട് 2011, ഡെൻമാർക്ക് നിരോധിച്ചിട്ടുണ്ട്, നോർവേ, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ബൾഗേറിയ, നെതർലാൻഡ്സ്, ഇറ്റലി അടക്കമുള്ള ഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങളും ഈ വസ്ത്രത്തിന് നിരോധനം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭാഗികമായി ഇതിനെ നിയന്ത്രിക്കുകയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഒരു വാർത്ത കൊടുത്തു. ഇറ്റലിയിൽ ഇത് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക്, മുഖം മറച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന, നിക്കാബ് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് ഇന്ത്യൻ മണി 2.5 ലക്ഷം രൂപ പിഴയാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനു പറയുന്നു? ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഉസ്ബെക്കിസ്ഥാൻ ഇത് നിരോധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സൗദി അറേബ്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, അവിടെ സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഇത് ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ മദ്യശാലകൾ തുറന്നു കഴിഞ്ഞു. അവിടെ കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ സ്വിമ്മിംഗ് സ്യൂട്ട് ഇട്ടുകൊണ്ട് സ്ത്രീകൾ റാമ്പ് വാക്ക് നടത്തി കഴിഞ്ഞു. അപ്പൊ വളരെ വലിയ പുരോഗമനപരമായിട്ടാണ് ലോകം ചിന്തിക്കുന്നത്, നമ്മുടെ രാജ്യം ചിന്തിക്കുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്? എന്താണ് തോന്നുന്നത്? നമുക്കിത് മൊത്തത്തിൽ ഒരു ഇന്റർനാഷണൽ നാഷണൽ ആസ്പെക്ട് പിടിക്കണം കേട്ടോ, ഒരു ആംഗിൾ പിടിക്കണം. നമ്മുടെ ലോകത്തെമ്പാടും ഈ മതതീവ്രവാദ സംഘടനകൾ ഒരിടത്ത് ആധിപത്യം സ്ഥാപിക്കുന്നത് പല മേഖലകളിൽ കൂടെയാണ്. നമ്മൾ ഏറ്റവും ഒടുവിലാണ് അവരവരുടെ ആ ഒരു വിശ്വരൂപം കാണിച്ച് പുറത്തെത്താറുള്ളത്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലാണ് ഈ തീവ്രവാദത്തിന്റെ ഈറ്റില്ലമായി മാറിയത്. അതിന് കാരണം ആ മേഖലയുടെ പ്രത്യേകത തന്നെയായിരുന്നു. ഏതാണ്ട് 98% വരുന്ന കാശ്മീരിലെ ജനവിഭാഗത്തിന് 98% മുസ്ലിം ജനവിഭാഗമായിരുന്നു. അവർക്കിടയിൽ അവർക്ക് പടർന്നു കയറാൻ അനവധി മാർഗങ്ങളുണ്ടായിരുന്നു. സ്കൂളുകളും മദ്രസകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങൾ അടിത്തറത്തിലേക്ക് എത്തുക, അതിന് ആശയത്തിന് വഴിപ്പെടാത്തവരെ അവർ ഭയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കീഴിലേക്ക് ആക്കുക. അങ്ങനെയാണ് ഈ തീവ്രവാദികൾ പല മേഖലയിലും തമ്പടിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോഴല്ല, നേരത്തെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം, ലാൽ ചൗക്കൊക്കെ അവരുടെ ഒരു പറുദീസയായിരുന്നു ഒരു കാലത്ത് ഈ തീവ്രവാദി. അങ്ങനെയാണ് ആയത്. പിന്നീട് ഇത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വടക്കേ ഇന്ത്യയിലും കാശ്മീരിലുമൊക്കെ ഈ സംഭവം ക്ലച്ച് പിടിക്കാതായി. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടുള്ള മണ്ണ് ദക്ഷിണേന്ത്യയായിരുന്നു. ആന്ധ്രയും തെലങ്കാനയും കർണാടകയും തമിഴ്നാടും അടങ്ങുന്ന ദക്ഷിണേന്ത്യയായിരുന്നു. അപ്പൊ ദക്ഷിണേന്ത്യയിൽ ഇതിനെ വേര് പിടിപ്പിച്ചെടുക്കുക. പക്ഷെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിന് ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. കാരണം കാശ്മീരിൽ വേര് പിടിച്ചെന്നവർക്ക് ദക്ഷിണേന്ത്യയിൽ വേര് പിടിക്കില്ല. കാരണം ഇവിടെ ഹിന്ദുക്കളും വലിയൊരു ശതമാനമുണ്ട്, ക്രിസ്ത്യാനികളും അത്യാവശ്യം കേരളത്തിലടക്കം ഉണ്ട്. അപ്പൊ ഇവിടുന്ന് വലിയ രീതിയിൽ വേര് പിടിക്കില്ല. അപ്പോൾ അവരെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, സാംസ്കാരികപരമായുള്ള കടന്നുകയറ്റം, വിദ്യാഭ്യാസപരമായുള്ള കടന്നുകയറ്റം, രാഷ്ട്രീയപരമായുള്ള കടന്നുകയറ്റം, അവിടങ്ങളിലെല്ലാം ഇത് കടന്നു കയറി. ഈ കുറെ കാലമായിട്ട് മലയാള സിനിമ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിലൊക്കെ ഇതിൽ തന്നെ ഈ സുഡാപ്പിസതം ഒളിച്ചു കടത്തുന്ന അനവധി സിനിമകളുണ്ട്. അതായത് ഹിന്ദുക്കളെല്ലാം തന്നെ അവര് RSS എന്നൊരു മറ ഇട്ടുകൊണ്ടാണ് ഹിന്ദുക്കളെ അവര് അവഹേളിക്കുന്നത്. അതായത് ദൈവങ്ങളെ കുറ്റം പറയും, എന്നിട്ട് അത് RSSകാരനാണെന്ന് പറയും. അതായത് സംഘികളെ ചാരി ഹിന്ദുക്കളെ മുഴുവൻ അപമാനിക്കുന്ന ഒരു മെത്തേഡാണ് കേരളത്തിൽ സ്വീകരിച്ചത്. ഈ സമീപകാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളിലും ഇത്തരം തീവ്രവാദ ആശയങ്ങളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് വരിക. ആ തീവ്രവാദ ആശയങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ പോലും കുടപിടിക്കുന്ന സിനിമകളും നമ്മൾ കണ്ടു. അപ്പൊ ആ ഒരു മേഖലയിൽ അവർ കടന്നു കയറി. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ കടന്നു കയറിയും അവരുടെ ഒരു ചൊൽപ്പടിയിൽ നിർത്താനായിട്ട് അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ അനവധിയുണ്ട്, അതിനെയൊക്കെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലായിടങ്ങളിലും അവർ കടന്നു കയറുകയാണ്. മാധ്യമ ലോകത്തും വലിയ രീതിയിൽ തന്നെ അവർ കടന്നു കയറി. ഇന്നിപ്പോൾ കേരളത്തിൽ ഇറങ്ങുന്ന ദിനപത്രങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷവും മുസ്ലിം മാനേജ്മെന്റിന്റെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ വലിയ സ്വാധീനത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. ദിനപത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മറ്റ് ചാനൽ ഫീൽഡിലേക്ക് വന്നാലും അങ്ങനെയൊക്കെ തന്നെ. യൂട്യൂബ് രംഗത്തേക്ക് എടുത്തു കഴിഞ്ഞാലും യൂട്യൂബ് രംഗത്തും ഇന്ന് വലിയ രീതിയിൽ തന്നെ യൂട്യൂബ് രംഗത്തുള്ളത് ഈ പറയുന്ന മുസ്ലിം മതവിശ്വാസികളുടേതാണ്. അവരെല്ലാം SDPകാരാണോ പോപ്പുലർ ഫ്രണ്ടുകാരാണോ എന്നുള്ളതല്ല, അത്തരത്തിലാണ്. അങ്ങനെ എല്ലാ മേഖലയിലും അവർ കടന്ന് കയറുന്നുണ്ട്. ഒരു ഭാഗത്ത് ജൂതനെ ചീത്ത വിളിക്കുമ്പോഴും ഫേസ്ബുക്കിൽ അഭുങ്കരംഗം അവർ തുടരുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് കേരളത്തിൽ അവർ കുറെ നാളായി പയറ്റുന്ന ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദളിത്, പരിസ്ഥിതി, ആദിവാസി എന്നുള്ള ഒരു ലേബലിലാണ് ഇവരുടെ വർക്ക്.
അതുകൊണ്ടാണ് ഈ രോഹിത് വിമലയുടെ വിഷയമൊക്കെ കേരളത്തിൽ ഇങ്ങനെ കത്തിക്കുന്നത് ഇവര്. അതേപോലെ തന്നെ ഈ മേഖലയിൽ നിന്ന് വരുന്ന ആളുകളെ അല്പമെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ്ബുക്കിൽ 10 ഫോളോവർ ഉണ്ടായ വ്യക്തികളെ, ഇത്തരത്തിൽ വരുന്നവരെ ഇവർ വലിയ ഹൈലൈറ്റ് ചെയ്യും. ഹൈലൈറ്റ് ചെയ്ത് ഇവർ ദുബായിലും മറ്റുള്ളതൊക്കെ കറങ്ങാൻ കൊണ്ടുപോയി അങ്ങനെ ഇവരെ ഒരു ഐക്കണാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ അടുത്ത് ഒരു അങ്ങനെ ഒരു ഗായകൻ ഉണ്ടായിരുന്നല്ലോ, ആ ഗായകൻ പൊക്കിക്കൊണ്ട് നടന്നതും ഈ ഒരു വിഭാഗമായിരുന്നു. അതിങ്ങനെ കൊണ്ടുവരിക. ഇതിപ്പം ആ ഒരു ഗായകൻ പുതിയ ആളൊന്നുമല്ല, അനവധി പേരെ ഇതിനൊക്കെ കൊണ്ടുവന്ന് നടന്നിട്ടുണ്ട്. ഇവരുടെ ഒരു ആവശ്യം കഴിയുമ്പോൾ കളയുകയും ചെയ്യും. അത് ഇവരുടെ ഒരു ഹൈലൈറ്റ്. ഇവർക്കൊരു മുഖം വേണം പബ്ലിക്കിന്റെ ഇടയിൽ നിൽക്കാൻ, അതായത് ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും നിൽക്കാൻ ഇവർക്കൊരു മുഖം വേണം. അത്തരം മുഖങ്ങളെ സൃഷ്ടിച്ചെടുക്കുകയാണ്. SDP ജനറൽ സെക്രട്ടറി തന്നെ ഒരു ക്രിസ്ത്യാനിയാണ്. അത് പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ് എന്ന് ഞാൻ അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈരാറ്റുപേട്ടക്കാരനോ മറ്റാണ്, ഞാൻ പാലക്കാരനോ ആണെന്നോ മറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മുഖങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോ പക്ഷെ ഇവിടെയാണ് ഞാൻ BJP അഭിനന്ദിക്കുന്നത്. കാരണം അവര് ഉത്തർപ്രദേശ് കണക്കുള്ള ഒരു വലിയ സംസ്ഥാനത്ത്, മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്തിൽ ഒറ്റ ആളെ പോലെ ഇലക്ഷൻ പോലും അവർ മത്സരിപ്പിച്ചിട്ടില്ല, ഗുജറാത്തിൽ അവർ മത്സരിപ്പിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡിന് ഒരു നേരും നെറിയുമുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോ ഇങ്ങനെ ഉള്ള ഒരു രീതിയിലേക്കാണ് അവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നു. കോൺഗ്രസ് കയറുമ്പോൾ ഇതെല്ലാം എടുത്ത് കാറ്റിൽ പറത്തുമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. കർണാടക ഹൈക്കോടതി വിധി ശരിവെക്കുക. ഇപ്പോൾ ഓരോ സ്കൂളിലും ഇതിപ്പോ ധനുഷ് നേരത്തെ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സൗദി അറേബ്യയിൽ പാർക്കുകൾ വന്നിരുന്നു. പാർക്ക് പൊതു ആൾക്കാർക്ക് വന്നിരിക്കാനും വേണ്ടി പാർക്കും സിനിമ ശാലകൾ വന്നിരുന്നു, തിയേറ്ററുകൾ വന്നപ്പോൾ അതിൽ ഏറ്റവും വലിയ സമരം നടന്ന ലോകത്ത് ഒരേ ഒരു രാജ്യം ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയുടെ മഹാരാഷ്ട്ര ഈ റാസ അക്കാദമി എന്ന് പറഞ്ഞൊരു അക്കാദമി ഉണ്ട്. റാസ അക്കാദമി സംഘടന. നമ്മൾ ഈ റാസ അക്കാദമി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ചെറുതാണ്, നല്ല വലിയ സംഘടന. അവർ വലിയ രീതിയിൽ പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടത്തിയിരുന്നു. ഒന്നല്ല, അനവധി ദിവസങ്ങൾ. അവസാനം പോലീസ് തല്ലി ഓടിച്ചു. സൗദി അറേബ്യ പ്രശ്നമില്ല, മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇവിടെ ഇന്ത്യയിൽ പ്രശ്നമുണ്ടായി. എന്നാൽ അന്ന് പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ നല്ലോണം ശക്തമായ സമയമാണ്. പക്ഷെ അവർക്കന്ന് വേറെ പല കാര്യങ്ങളിലും ബിസി ആയിരുന്നുകൊണ്ട് ഇതിനകത്ത് അവർ ഇടപെട്ടില്ല. അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യ. അപ്പോ ഇനി ഇവിടുത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജിക്കിസ്ഥാൻ, 98% മുസ്ലിങ്ങളുടെ രാജ്യമാണ് താജിക്കിസ്ഥാൻ. നമ്മുടെ പാകിസ്ഥാനെയൊക്കെ പിന്തുണച്ച രാജ്യം താജിക്കിസ്ഥാൻ. കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഹിജാബിന് നിരോധനമുണ്ട്. ഈ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഡെൻമാർക്ക് നിരോധനമുണ്ട്, അനവധി രാജ്യങ്ങളിൽ നിരോധനമുണ്ട്. ഇവിടെ ഇവരാദ്യം കൊണ്ടുവന്നത് പോലീസിലും സേനയിലും ഇസ്ലാമിക ചിഹ്നം അനുവദിക്കണം എന്നുള്ളതായിരുന്നു. അതിനവർ ഉദാഹരണമായി പറഞ്ഞത് സേനയിലും പോലീസിലും മറ്റുമൊക്കെ സിഖ് സമുദായം ടർബൻ ധരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇതാണ് അവർ മുഖ്യമായി പറഞ്ഞത്. ഈ ടർബൻ എന്താണ്, ഇന്ത്യൻ സേനയിലുള്ള സിഖ് റെജിമെന്റ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. സിഖ് റെജിമെന്റ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് രൂപീകരിച്ച സൈന്യമാണ്. പിന്നെ 1947 ശേഷം നമ്മൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി 20ഓളം ബറ്റാലിയൻ ഉണ്ട്. ഈ സിഖ് ഈ ടർബൈൻ എന്ന് പറഞ്ഞത് അവർ ബാറ്റിൽ ടർബൈൻ ആണ് ധരിക്കുന്നത്. 3 തരം ടർബൈൻ ഉണ്ട്. അവർ സെറമണിക്ക് ധരിക്കുന്ന ടർബൈൻ ഒന്നുണ്ട്. ബാറ്റിൽ ടർബൈൻ കുറച്ചുകൂടെ കട്ടിയുള്ള ഹെൽമെറ്റ് പോലെ തന്നെയുള്ള ഒരു ശക്തമായ ടർബൈനാണ് അവർ ധരിക്കുന്നത്. അതിനെ അവർ അങ്ങനെ തന്നെയാണ് നാമകരണം ചെയ്യുന്നത്. അതിൽ വഹിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യൻ കരസേനയുടെ ചിഹ്നം തന്നെ. 2 പാളും നമ്മുടെ അശോക സിംഹം ഉണ്ടല്ലോ, അശോക സിംഹമൊക്കെ ഇരിക്കുന്ന അതൊന്നും ഇവർക്ക് പറ്റില്ലല്ലോ. അതായത് മതപരമായിട്ടുള്ളതല്ല, അവർ പരമായിട്ടുള്ളത്. അത് അവരിൽ തന്നെ എത്രയോ പേര് പരംവീർ ചക്ര നേടിയിട്ടുണ്ട് ഈ സിഖ് റെജിമെന്റിലുള്ളത്. നമ്മുടെ എത്രയോ യുദ്ധങ്ങൾ അവരുടെ വീരത്വം നമ്മൾ കണ്ടതാണ് ആ സിഖ് റെജിമെന്റിന്റെ. അതുപോലെ തന്നെ ഉള്ള ഇത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മതത്തിന്റെ പേരിലുള്ള ഹിജാബും ഇതും ഒരു സൈന്യത്തിലോ പോലീസിലോ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആശ്വാസകരമാണത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇടക്കാലത്ത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഹിജാബും മറ്റും ധരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വരണമെന്ന് വാശി പിടിച്ച കുട്ടികളെ നമ്മൾ കണ്ടതാണ്. ഇവരൊക്കെയാണ് പഠിച്ച് ഡോക്ടറാകുന്നത്. ഇവരുടെയൊക്കെ മുമ്പ് കാലത്തിന് പോലും ദൈവമേ ഒരു ഓപ്പറേഷൻ ടേബിളിൽ ചെന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ വരരുതേ എന്നാണ് പ്രാർത്ഥന. തീർന്നതോടുകൂടി. കാരണം ഇങ്ങനെ ചിന്തിക്കുന്നവർ നാളെ ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് ചെക്ക് ചെയ്യില്ലേ? എന്നിട്ടല്ലേ ഇവർ ഓപ്പറേഷൻ നടത്തത്തുള്ളൂ? ഇല്ല, അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം ഈ കോഴിക്കോടല്ലായിരുന്നു ആൺകുട്ടി MBBS പഠിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മറകെ കെട്ടിയിരുത്തിയിട്ട് ഇത് ഒന്നിച്ചിരിക്കാൻ മതം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് MBBS പഠിക്കുന്ന കുട്ടികളാണ്. MBBS പഠിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു കഴിഞ്ഞ കുറെ നാൾക്ക് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇതിനെ ന്യായീകരിച്ച് മെഴുകിയിട്ട് പോയത്. ഇത് മതേതര കേരളത്തിലാണിത്. അപ്പോൾ ഒരു സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നിയമമുണ്ട്. ആ ഒരു സ്കൂൾ ഇപ്പൊ RSS കേരളത്തിൽ അനവധി സ്കൂൾ 100 മുകളിൽ സ്കൂളുകളുണ്ട്. ആ സ്കൂളിൽ അവർക്കൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ അവർ ഹിന്ദു ധർമ്മം പഠിപ്പിക്കുന്നു, ഹിന്ദു സംസ്കാരം പഠിപ്പിക്കുന്നു. അതൊക്കെ അവർ കഥകളായിട്ടാണ് പറയുന്നത്. അല്ലാതെ കുട്ടികളെ പിടിച്ചിരുത്തി നാം ഹിന്ദു, നമ്മൾ ഹിന്ദുക്കളാണോ, അങ്ങനെയുള്ള കാര്യങ്ങളല്ല അവർ പഠിപ്പിക്കും. അവർ നമ്മുടെ പുരാണത്തിലൊക്കെ ഉള്ള അനവധി കഥകൾ പഠിപ്പിക്കുന്നു, ഹിന്ദു ധർമ്മങ്ങൾ പഠിപ്പിക്കുന്നു, ആചാരങ്ങൾ പഠിപ്പിക്കുന്നു, മന്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. ഒപ്പം തന്നെ അവർ കൃഷി പഠിപ്പിക്കുന്നുണ്ട്.
കുട്ടികളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഈ കൃഷി എങ്ങനെ ചെയ്യുന്നതും അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നു. ഒപ്പം തന്നെ സാമൂഹ്യ സേവനത്തിൽ ആ പിള്ളേരെ പ്രതിബദ്ധരാക്കുന്നു. ഇതൊക്കെ ആ സ്കൂളിൽ നമ്മൾ ഒരു കുട്ടിയെ ചേർക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർ വ്യക്തമായി തന്നെ അവരുടെ ബൈലോയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതെല്ലാം വായിച്ചു നോക്കി സംശയമുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് അവർ തന്നെ, കാരണം അവരാരും ഒരു കുട്ടിയെ അങ്ങോട്ട് നിർബന്ധിച്ച് വിളിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നല്ല മികച്ച വിദ്യാഭ്യാസം കിട്ടുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ആ സ്കൂളിൽ കൊണ്ട് നമ്മുടെ കുട്ടിയെ ചേർക്കുന്നത്. അവിടെ ചെല്ലുന്നു, എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. ഒപ്പിട്ട് കൊടുത്ത് 2 ദിവസം കഴിയുമ്പോൾ പറയുന്നു, എനിക്കത് പറ്റില്ല, എനിക്ക് അവരുടെ ദൈവങ്ങളെ കുറിച്ച് പറയുന്ന ക്ലാസ് ഒന്നും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഒരു ഹാള് തരണം, ഞങ്ങളുടെ ആൾക്കാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം. അവർ പറയുമ്പോൾ പണി നോക്കാൻ പറയാം. എന്താണ് അവിടെ നടക്കത്തില്ല? അവിടെ എന്താ ഈ സമരമില്ലല്ലോ, അവിടെ പഠിക്കുന്നില്ലേ മുസ്ലിം കുട്ടികൾ അനവധി? അവിടെ നടക്കത്തില്ല ഈ പണി, കാരണം അവർ കാലവാരി നിലത്തടിക്കും അവിടെ ഈ പണിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഞാൻ പഠിച്ചൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. അവിടെ ക്രിസ്ത്യൻ പ്രാർത്ഥനയായിരുന്നു ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്. അവിടെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, കാരണം അത് ആ സ്കൂളിന്റെ ബൈലയാണ്, നിയമമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അവിടെ പഠിക്കണം, കാരണം എന്റെ വീടിനടുത്തായിരുന്നത് കൊണ്ട് എനിക്ക് പോയി വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്കൂളിലേക്ക് വന്നത്. അപ്പം അതിനുശേഷം ഞാൻ പഠിച്ചത് ഒരു ഹിന്ദു സ്കൂളിലാണ്. അത് അവിടെ അവരുടെ പ്രാർത്ഥനയായിരുന്നു. അപ്പൊ എല്ലായിടത്തും അന്നൊക്കെ പ്രാർത്ഥനകളായിരുന്നു. ഇന്ന് മറ്റേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പാഠ്യേതര വിഷയങ്ങൾ കൂടി വരുന്നുണ്ട്. ക്രിസ്ത്യൻ സ്കൂളുകളിൽ മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? ഉണ്ട്. ആ ക്രിസ്ത്യൻ സ്കൂളുകളിൽ അവിടുത്തെ പ്രാർത്ഥന എന്താണ്? സരസ്വതി ദേവിയുടെ പ്രാർത്ഥനയാണോ? അല്ലല്ലോ. മുസ്ലിം സ്കൂളുകളിൽ അവരെന്താണ് ചെയ്യുന്നത്? ഗണേശന്റെ പ്രാർത്ഥനയാണോ? അല്ലല്ലോ. അവരുടേതായ രീതിയിലല്ലേ അതിന്റെ സിസ്റ്റങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിസ്കാരത്തിനുള്ള മുറികളും സമയങ്ങളുമില്ല ആ സ്കൂൾ. അപ്പൊ എല്ലാവർക്കും എല്ലായിടത്തും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചാണ് ഈ രാജ്യത്ത്. ഇതൊരു രാജ്യമാണ്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊരു രാജ്യമാണ്, അല്ലാതെ ആർക്കും കയറി കൊട്ടാവുന്ന. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10-60 വർഷം ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ച് ഇത് ആർക്കും കയറി മെഴുക എന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിന്റെ സിസ്റ്റത്തെ മാറ്റി. അതിപ്പോ ബാക്കിയുള്ളടത്തൊക്കെ ശരിയായി വന്നു. നോർത്ത് ഇന്ത്യയിലുമൊക്കെ അതിപ്പോ കറക്റ്റാ. ഇപ്പൊ പഞ്ചിലായിട്ട് കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ വഴിക്കും. ഇവിടെയാണ്, കേരളത്തിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവര് പറയുന്നത് അറിയാം, സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. ഇവരുടെ വിചാരം സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ആകാശം പോലെ അതിരുകളില്ലാത്തതാണെന്ന്. അല്ല, സുപ്രീം കോടതി പലവട്ടം പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യം എന്നാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്, ആകാശത്തോളം വലുതല്ല, അതിനൊരു ചുവപ്പ് വരയുണ്ട്, അതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ റോഡിൽ കൂടെ എന്റെ സ്വാതന്ത്ര്യം, എനിക്ക് വസ്ത്രമില്ലാതെ നടക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് കരുതി നമുക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റുമോ? വെള്ളമടിച്ച് റോഡിൽ കിടന്ന് ബഹളം വെക്കാൻ പറ്റുമോ? മദ്യപിച്ചുകൊണ്ട് വണ്ടിക്കിട്ട് എറിയാൻ പറ്റുമോ? എന്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാടാനുള്ള ലൈസൻസ് അല്ല. ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് അഹിതമാണ് എങ്കിൽ, ഇല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്നതാണ് എങ്കിൽ അത് നിയമം അനുശാസിക്കുന്നത് തന്നെ. അതിന് പബ്ലിക് ന്യൂസൻസ് എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യും പോലീസ്. അതിനുള്ള വകുപ്പ് പോലീസിനുണ്ട്. ഇപ്പൊ എന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് പബ്ലിക് പോയിരിക്കുന്ന പാർക്കിലിരുന്ന് എനിക്ക് 2 എണ്ണം അടിക്കാൻ പറ്റുമോ? പറ്റില്ല. പോലീസ് പൊക്കും. ചീട്ട് കളിക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യമില്ല. ചീട്ട് കളിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് അവിടെ കിടന്ന് വേറെ വല്ല പരിപാടിയും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇതെല്ലാം സ്വാതന്ത്ര്യം എന്ന് നമ്മൾ, അപ്പൊ സ്വാതന്ത്ര്യം എന്നുള്ളതിന് നിർവചനമുണ്ട്. അല്ലാതെ അനന്തമായിട്ട് എനിക്ക് എന്താണ് നമ്മൾ പറയത്തില്ലേ, നമുക്ക് എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏറ്റവും വലിയ രസം, ചില ആൾക്കാരൊക്കെ പറയുന്നത് ഈ ഫേസ്ബുക്കിലെ എന്റെ പേജ് എന്റെ സ്വന്തമാണ്, ആ പേജിൽ വന്ന് അവൻ കമന്റ് ഇട്ടു. എന്തൊരു ഊളയാണ് അവനെന്ന് ആലോചിച്ച്. സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് പേജ് ആരുടെയാണ്? സുപ്പർഗന്റെ ഇരിക്കുകയാണ്. ഇവന്റെ അടിവസ്ത്രത്തിന്റെ ബ്രാൻഡ് പോലും അവന്റെ അറിയാം. കാരണം നമ്മുടെ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് അവനത് ഫേസ്ബുക്ക് ഉണ്ടാക്കി നമുക്ക് തന്നിരിക്കുന്നത്. അതൊരു പബ്ലിക് ഇടമാണ്. അവിടെ നാളെ അവൻ ഫേസ്ബുക്കും പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും? നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ പോകും? തീർന്നില്ല. അത് നമ്മൾ തെറ്റായ കുറെ ധാരണയുണ്ട് സ്വാതന്ത്ര്യത്തെ കുറിച്ച്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലായാലും നാട്ടിലായാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അംഗീകരിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ പിടിവീഴും. ഞാൻ നാളെ ഈ റോഡിൽ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നെങ്കിൽ വണ്ടി ഓടിക്കാൻ കഴിയുമോ? പോലീസ് പിടിക്കില്ലേ? ഇല്ല MPD പിടിക്കില്ലേ? ഫൈൻ അടക്കണ്ടേ? അപ്പൊ സ്വാതന്ത്ര്യമുണ്ട്, അത് അംഗീകരിച്ചു. പക്ഷെ ഇവിടെ നടക്കുന്നത് അതല്ല. ഇവിടെ ഇപ്പോൾ എന്താണ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ തട്ടവും കൊണ്ട് വന്നതിന്റെ ഉദ്ദേശം ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇവിടെ നടന്നത്. അതായത് ഇത് വിജയിക്കുകയാണ് എങ്കിൽ വീണ്ടും പോപ്പുലർ ഫണ്ട് സജീവമാക്കിക്കൊണ്ട്, പോപ്പുലർ ഫണ്ടും അവരുടെ സ്ലീപ്പിംഗ് സെൽസും എല്ലാം ഇവിടെ സജീവമാണ് എന്ന് തന്നെ നമ്മൾ ഒരു മാസം മുമ്പ് ചർച്ച ചെയ്തു. നമ്മൾ കാലങ്ങളായിട്ട് പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് വിചേട്ടാ. അതായത് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇവരെ നമുക്ക് നിരോധിക്കാം, ഈ സംഘടനയെ നിരോധിക്കാം. പക്ഷെ ഈ ആശയധാര പേറുന്നവർ അത് SDPയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ചില ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയിട്ടുണ്ട് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന പ്രസ്താവന ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു? BJPയിലില്ലേ ഇവര്? BJP എങ്ങനെ തകർക്കാമെന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ധാരണയുടെ പുറത്ത് നിങ്ങൾ പോയി BJPയിൽ ചേരണം. BJPയിൽ ചേർന്നിട്ട് അവരുടെ രഹസ്യങ്ങൾ ചോർത്തണം എന്നുള്ളത് നമ്മൾ ജമ്മു കാശ്മീരിൽ നിന്നൊക്കെ അങ്ങനെ ഒരാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. BJPയിൽ ചേർന്നിട്ടുള്ള ഒരാൾ, എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ ഒരു വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്രിയേറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, ഈ സമൂഹത്തിൽ ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ എപ്പോഴും മുസ്ലിങ്ങളുടെ മേൽ ഇവർക്ക് ഭയം വിതറിക്കൊണ്ടേയിരിക്കണം. അതായത് നിങ്ങളെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണ്.
എന്നുള്ള ഭയം വിതറിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, കുരിശുണ്ടല്ലോ, കുരിശ്, ഈ കുരിശ് എന്ന് പറയുന്ന സാധനം അത് ഇട്ടുകൊണ്ട് പോകാനായിട്ട് അനുമതിയില്ല. അത് ഇതില്ലാത്തത് കൊണ്ടല്ല, എന്ന് പറഞ്ഞാൽ അത് അതിനോട് വിരോധം ഉള്ളത് കൊണ്ടല്ല. ഈ പിള്ളേരൊക്കെ കുരിശ് ഇട്ടുകൊണ്ട് വന്ന് ഈ കയ്യിൽ കെട്ടിക്കൊണ്ടുവരിക, കുരിശ് ബ്രേസ്ലെറ്റ് ആയിട്ട് മറ്റേ കയ്യിൽ കെട്ടിക്കൊണ്ടുവരിക. നമ്മൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ കുരിശ് കിട്ടൂല, ഇട്ടുകൊണ്ടുവരിക. ഈ വലിയ വലിയ മാലകളുണ്ടല്ലോ ഇട്ടുകൊണ്ട് വരിക. എന്തിനു പറയുന്നു, രുദ്രാക്ഷം നമ്മൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ടീച്ചർ ചോദിക്കട്ടെ, നിനക്ക് എന്താണ്, നീ ഇത് ഇട്ടുകൊണ്ട് കളിക്കാനാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും ടീച്ചർ. എന്തിനു പറയുന്നു, സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം കൃത്യമാണോ എന്ന് നോക്കി പരിശോധിച്ചിട്ടാണ് എന്നെയൊക്കെ ക്ലാസ്സിൽ കയറ്റുന്നത്. എത്ര വട്ടം അടി കിട്ടിയിട്ടുണ്ടെന്ന് പറയാമോ യൂണിഫോം ഇടാതെ. എന്തിനു പറയുന്നു, നമ്മുടെ ഈ സോക്സ് ഉണ്ടല്ലോ, ബ്ലൂ സോക്സ് ആയിരുന്നു, ബ്ലൂ സോക്സ് ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇരിക്കേണ്ട പൊക്കം എന്ന് പറയും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ടവൽ വിരിച്ചിട്ട് ആ ടവലിന്റെ മുകളിൽ ഈ ഇത് വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, ചോറ്റുപാത്രം വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഒരു മണി അരി പോലും താഴെ വീഴാൻ പാടില്ല. ഇനി ടവല് കൊണ്ടുവന്നില്ലെങ്കിൽ ടീച്ചർ പറയും തറയിലിരുന്ന് കഴിച്ചു എന്ന് പറയും. അതാണ് ആ ഡിസിപ്ലിനിലൂടെയാണ് നമ്മൾ വളർന്നത്. അപ്പൊ അതൊന്നും എനിക്കൊരു ബാധകമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഒരു ചോറ് കഴിക്കുമ്പോൾ ഒരു വറ്റ് പോലും താഴെ ഇടാതെ നമ്മൾ കഴിക്കുന്നത്. ആ ഒരു ലെവലിലോട്ടാണ് വളർന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ ഈ മുസ്ലിംസിന് മേൽ ഭയം വിതറുകയാണ്. അതായത് ഭയം മുസ്ലിംസിന്റെ മേലുമല്ല വിതറുന്നത്. നാളെ ഇവരെ ഇപ്പോൾ ഒരു വാടകയ്ക്ക് ഒരു വീട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടി ചേരാൻ വരികയാണ്. അപ്പോൾ അവർ ചിന്തിച്ചാൽ എന്ത് ചെയ്യും? അവർ ചിന്തിക്കുകയാണ്, ഈ ഈ ഈ എന്താ പറയുക, മാനേജ്മെന്റ് ചിന്തിക്കുകയാണ്, ഇവർക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് നേരിടേണ്ടി വരുമോ എന്ന് അവർ ചിന്തിച്ചാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് സുഡാപ്പികളുടെ ഈ ഒരു അജണ്ട നടപ്പിലാവുകയും ചെയ്തു. ആ ഒരു ടെസ്റ്റ് ഡോസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ ഇവർക്ക് ഇവിടെ വളർന്നു വരണമെങ്കിൽ, ഈ ഇവർക്കിടയിൽ ഒരു ഹോൾഡ് പിടിക്കണമെങ്കിൽ അവർ പറയും, കണ്ടോ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണ്, ഹിജാബ് ഇടാൻ സമ്മതിക്കുന്നില്ല, വാടകയ്ക്ക് വീട് തരുന്നില്ല, അപ്പോൾ നിങ്ങളുടെ രക്ഷകർ ഞങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഇവരെ എന്താണ് അന്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം, ഇത് പോപ്പുലർ ഫണ്ട് ഇല്ലെങ്കിലും അവരുടെ ആശയധാര കൃത്യമായിട്ട് ഇങ്ങനെ സമൂഹത്തിൽ ഈ വിഷം ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെ നമ്മൾ എങ്ങനെ ഈ ഉന്മൂലനം ചെയ്യും? അതാണ് എന്റെ ചോദ്യം. ഇതിനെ BJP ഭരിക്കുന്നിടത്തൊക്കെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു. കാരണം അനീഷ് പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്. ഇപ്പോ നമ്മൾ നിരന്തരം കാണുന്നൊരു വാർത്തയുണ്ട്, യോഗി ബുൾഡോസർ ഇറക്കി മുസ്ലിങ്ങളുടെ വീട് നശിപ്പിച്ചു, മുസ്ലിം പള്ളി നശിപ്പിച്ചു എന്നൊക്കെ. നമ്മളെ കണക്കുള്ള വിരലുണ്ടാകുന്ന കുറെ മാധ്യമങ്ങളും പിന്നെ ദേശീയ ബോധമുള്ളവർ മറ്റ് ദേശീയ വാർത്തകൾ കാണുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ പ്രേക്ഷകർ തന്നെ ഒരുപാട് പേര് മറ്റ് ദേശീയ മാധ്യമങ്ങളൊക്കെ കാണുന്നവരുണ്ട്. അത് കാണുമ്പോഴാണ് അവർക്ക് സത്യം മനസ്സിലാകുന്നത്. സംഭവം എന്താണ്, ഇലീഗലായിട്ട് കെട്ടിയുയർത്തിയ സാധനമാണ്. റെയിൽവേ സ്റ്റേഷനിൽ മഹറുകൾ കെട്ടിയുണ്ടാക്കുക, അതായത് ഈ മറ്റേ ശവകുടീരങ്ങൾ കെട്ടിയുണ്ടാക്കുക, മഹറല്ല അതിന് പറയുന്ന മസറുകൾ കെട്ടിയുണ്ടാക്കുക. അതായത് അല്ലല്ല മസർ എന്നാണ് അതിന് പറയുന്നത്, ഈ ശവകുടീരങ്ങൾ. അപ്പൊ മസർ അത് കെട്ടിയുണ്ടാക്കിയിട്ട് അവിടെ അങ്ങ് പ്രാർത്ഥന തുടങ്ങുക. പിന്നെ അത് പള്ളിയാക്കുക, റെയിൽവേ സ്റ്റേഷനിൽ നടക്കുക മധ്യപ്രദേശിലൊക്കെ. അത് പൊളിച്ചു പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. ഇവിടെ വരുമ്പോൾ ആ വാർത്ത അങ്ങ് മാറും, മസ്ജിദ് പൊളിച്ചു, പിന്നെ പള്ളി പൊളിച്ചു, ഈ പറയുന്ന ഇവിടെ ചില ക്രിസ്ത്യൻ പള്ളിയൊക്കെ പൊളിച്ചെന്ന് പറയത്തില്ല. ഇതിന്റെ യാഥാർത്ഥ്യമൊക്കെ നമ്മൾ അന്വേഷിച്ചില്ലാണെങ്കിൽ ഒരു മുറിക്കകത്ത് നടക്കുന്ന പ്രാർത്ഥനാ യോഗത്തിൽ പോലീസ് കയറി അത് നിർത്തിച്ചു. ക്രിസ്ത്യൻ പള്ളി പൂട്ടിച്ചെന്നാണ് ആ വാർത്ത കേരളത്തിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു പള്ളി ഇല്ല. അവിടെ ഒരു സഭക്കാരനെ, അതൊരു സഭ, ഈ പ്രധാനപ്പെട്ട സഭയല്ല, മറ്റ് ഇവാഞ്ചലിസ്റ്റിന്റെ ഏതോ ഒരു സഭയാണ്. അവരൊരു എന്താ പറയുക, ഒരു പ്രാർത്ഥനയോ മറ്റോ 10 പേര് അങ്ങോട്ട് വെച്ച് നടത്തി. അവിടെ പോലീസ് കയറി എന്താണെന്ന് നോക്കുക, പിടിക്കാൻ വേണ്ടി. അതാണ് വലിയ വാർത്തയായിട്ട് നമ്മുടെ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഈ ബുൾഡോസർ കൊണ്ട് തകർക്കുന്നതിന് മുഴുവൻ ഇവിടെ പറയുന്നത് മണിപ്പൂര് ക്രിസ്ത്യൻ പള്ളി തകർത്തുന്ന വിഷലൊക്കെ നമ്മൾ കണ്ടിരുന്നില്ലേ? അന്വേഷിച്ച് ചെന്നപ്പോൾ എന്താണ്, ഈ രണ്ടും പേരും ഒരു വിഭാഗത്തിൽ തന്നെയുള്ളവരാണ്. അങ്ങോട്ടും ഇവിടെ അമ്പലങ്ങൾ ഇഷ്ടംപോലെ തകർത്തിട്ടുണ്ട് അവിടെ. ഇതാണ് അവിടെ നടക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ ഈ രീതിയിലാണ്. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ അതാണ് ഞാൻ പറഞ്ഞു, ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തി ഇവർക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഭയം വിതറുന്ന ഇവര്. മറ്റൊന്ന്, ഇവര് മറ്റ് ഹിന്ദുക്കൾക്കിടയിലുള്ള വിഷയങ്ങൾ, ജാതീയത, മത പ്രശ്നങ്ങള്, ഇല്ലെങ്കിൽ ദളിതനോട് പെരുമാറുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന ഹിന്ദുക്കൾക്കിടയിൽ എങ്ങനെയെങ്കിലും തങ്ങളോട് ഒപ്പം വരുന്നതിന് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്താലും ഹിന്ദുക്കൾ മിണ്ടരുത്, കാരണം ഇങ്ങനെയൊക്കെയുള്ള തിക്തഫലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടിയില്ല എന്നൊരു ചിന്ത അവരിലും ഉണ്ടാക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആണിത്. UP-യിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം. UP-യിൽ ഇവർക്ക് വേണ്ടി കുഴൽവൂത്ത് നടത്തുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത അവിടുത്തെ പിന്നോക്ക മുസ്ലിംസ് ആയിരുന്നു, പസ്മന്ത മുസ്ലിംസ് ആയിരുന്നു. 27ഓളം പിന്നോക്ക മുസ്ലിംസ് ഉണ്ട് അവിടെ, വിഭാഗങ്ങളുണ്ട് അവിടെ. ആ 27% പിന്നോക്ക വിഭാഗങ്ങളെ യോഗി എന്താണ് ചെയ്തത്? അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അവർക്ക് വേണ്ട വീടുകൾ നിർമ്മിച്ചു കൊടുത്തു, ശൗചാലയം നിർമ്മിച്ചു കൊടുത്തു, ഗ്യാസ് കൊടുത്തു, റോഡ് കൊടുത്തു. അപ്പൊ എന്ത് പറ്റി? അവര് കൂട്ടമായി BJP-യിലേക്ക് വന്നു. പല മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലും BJP ജയിക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് പറ്റി? അവിടെ ഉമാർക്ക് ക്ലച്ച് പിടിക്കുന്നു. അവിടെ ആരെ ഭയപ്പെടുത്തും? പിന്നെ അവശേഷിക്കുന്ന കുറെ എണ്ണം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഐ ലവ് യു മുഹമ്മദ് എന്നോ ഇല്ല മറ്റെന്തോ പറഞ്ഞ് പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഈ അവശേഷിക്കുന്നതൊക്കെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ? അവിടെ കഴിഞ്ഞ ഈ UP-യിലല്ലേ നമ്മുടെ താലിബാന്റെ ഒരു മന്ത്രി മുത്തക്കി അവിടെ ദിയോബന്ദിലെത്തിയത്?
വലിയ സ്വീകരണമല്ലായിരുന്നു, വലിയ ജനക്കൂട്ടമല്ല. അത് ഒരു സ്വാതന്ത്ര്യമല്ല ഇവിടെ അനുവദിക്കുന്നത്. അതൊരു വലിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വെച്ചിട്ട് ഇന്ത്യയിലെ നിയമം ശരിയത്താക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ കാക്കണം എന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളല്ലേ അത് ആവശ്യപ്പെടേണ്ടത്? ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം രാമരാജ്യം, പ്യുവർ രാമരാജ്യം വേണമെന്നല്ലേ ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്താകുമായിരുന്നു അവസ്ഥ? അതുപോലെ പോകണം കാര്യങ്ങളെല്ലാം. ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പകരം ഭഗവത്ഗീതയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യട്ടെ. അവിടെ വരുന്ന മന്ത്രിമാരെല്ലാം ഇങ്ങനെ കാവ്യശാളുകൾ ധരിക്കട്ടെ, തലപ്പാവ് ധരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ സംഭവം തീർന്നില്ല എല്ലായിടത്തും. പോലീസിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. ഈ താടിയും മുടിയും നീട്ടി വളർത്തുന്ന, ഇല്ലെങ്കിൽ താടിയും വെച്ച് തൊപ്പിയും വെച്ച് നിൽക്കുന്ന ഒരു പോലീസുകാരനെ കണ്ടാൽ എന്താകും? ഭയം ഉണ്ടാകുമോ? ഭയം ഇല്ലാതാകും. നമ്മൾ വിദേശ രാജ്യങ്ങളിലെ പോലീസുകാരെ കാണുമ്പോൾ അങ്ങനെയാണ്. ഇനി കുറെ രുദ്രാക്ഷമാലകളും കുറെ ചന്ദനക്കുറികളും വാരിയിട്ട് കയ്യിൽ കുറെ ചരടും കെട്ടി ഒരു പോലീസുകാർ നിന്നാൽ എന്ത് ചെയ്യും? നമുക്ക് ഭയമല്ല. പോലീസിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭയം കൂടിയുണ്ട്. സാധാരണപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുന്ന പോലീസിനെ ദൂരെ കാണുമ്പോഴേ ആൾക്കാർ ഓടുന്ന അവരുടെ ഉള്ളൊരു ഭയം കൂടെ കൊണ്ടാണ്. അപ്പൊ അവർ കൈ ചരടും താടിയും കുറെ ഭസ്മവും ഒക്കെ വാരി പൂശി മാലയിട്ടൊരു പോലീസുകാരൻ നമുക്ക് ചിരിയേ വരത്തുള്ളൂ, ഭയം നമുക്ക് തോന്നില്ല, അല്ലേ? ഇല്ല ഇവര് ക്രിസ്ത്യൻസിന്റെ ഏതെങ്കിലും വേഷം ഇട്ട് വന്നു കഴിഞ്ഞാൽ പോലീസുകാരൻ നമുക്ക് ഭയം തോന്നുന്നു? ഭയം തോന്നില്ല. അപ്പൊ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അത് സേനകൾ, ഫോഴ്സുകളിൽ അത് പറ്റില്ല. ഒപ്പം തന്നെ ശരിക്കും പറഞ്ഞ മാധ്യമ പ്രവർത്തകരും മതപരമായ ചിഹ്നം ഉപയോഗിക്കരുതെന്നാണ് ഒരു അലിഖിത നിയമമുള്ളത്. കാരണം മാധ്യമ പ്രവർത്തകൻ എപ്പോഴും നിഷ്പക്ഷമായിട്ടാണ് നിൽക്കേണ്ടത്, അവനത് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ചന്ദനക്കുറിയോ അല്ലെങ്കിൽ പെട്ടെന്ന് മതത്തെ കണ്ടെത്തുന്ന ഒരു സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരില്ല. പണ്ട് പക്ഷമുള്ള മാധ്യമ പ്രവർത്തകർ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി എഴുതി വെച്ചിരുന്ന നിയമമാണത്. അങ്ങനെ ഒരു അലിഖിത നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണത്. വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴുള്ളവർക്കെല്ലാം എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആണ്. ഇതിപ്പോ ഈ ഇലക്ഷൻ ടൈമിൽ തന്നെ കൊണ്ടുവന്ന് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിം വോട്ടുകളെ കൺസോൾട്ട് ചെയ്യിക്കാൻ എളുപ്പമാണ്. കാരണം ഇതിനെക്കുറിച്ച് ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ കൊത്തും, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കും, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും, ക്രിസ്ത്യൻ സംഘടനകളുടെ നിലപാട് എന്തായിരിക്കും, ബി ജെ പിക്ക് പിന്നെ ഒരൊറ്റ നിലപാടേ ഉള്ളൂ, പിന്നെ അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ എങ്ങനെയായിരിക്കും മറ്റു സംഘടനകൾ ഇത് എങ്ങനെ ഏറ്റുപിടിക്കും, മാധ്യമങ്ങൾ ഇത് എങ്ങനെ വാർത്തയാക്കും, ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടെസ്റ്റ് ഡോസ്. ആ ടെസ്റ്റ് ഡോസ് എന്തായാലും ചീറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം ഒരു സ്ഥാപനത്തിന് നിയമമുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന് നിയമം അനുസരിക്കേണ്ട. അല്ലാതെ അവന് തോന്നുന്നുണ്ടെങ്കിൽ വരികയും പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തലക്കല്ലി പറഞ്ഞു വിടും, പിറ്റേ ദിവസം പറഞ്ഞു വിടും നമ്മൾ, അല്ലേ? അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലായിടത്തും ഉണ്ട്. അത് പാലിച്ചുകൊണ്ടാണ് എല്ലാവരും പോകുന്നത്. നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇനി സൗദിയൊക്കെ മാറിയത് കഴിഞ്ഞ ഈ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു. അവിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി നമ്മുടെ മെലോണി അവിടെ എത്തി. സാധാരണഗതി മുസ്ലിം രാജ്യത്ത് ഒരു വനിത എത്തിക്കഴിഞ്ഞാൽ തലയിൽ തട്ടം ധരിക്കണം, അവരുടെ ശിരോവസ്ത്രം ധരിക്കണം, നിർബന്ധമാണത്. മെലോണി എങ്ങനെയാണ് അവിടെ വന്നത്? ഈ അറബ് ഭരണാധികാരികളുടെ ഇടയ്ക്ക് മെലോണി ഒരു തട്ടവും ഇടാതാണ് വന്നത്. ഖത്തറിൽ ചെന്നപ്പോൾ മെലോണിയുടെ തലയിലേക്ക് അവിടുത്തെ ഭരണാധികാരി തട്ടം വെച്ചു കൊടുത്തു. സ്നേഹപൂർവ്വം അവരത് എടുത്തു മാറ്റി. അതാണ് കാരണം. അത് ഞാൻ പറഞ്ഞില്ല, ഇത് മതപരമായ കാര്യങ്ങൾ മതപരമായ സ്ഥലങ്ങളിൽ വെക്കണം. ഇപ്പൊ എന്താണ്, ഇപ്പൊ കേരളത്തിൽ, ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു ഈ ബുർഖ ഉണ്ടല്ലോ, മറ്റേ ഈ മുഖം മറച്ചിട്ടുള്ളത്, അത് ഒരുപാട് ക്രൈമിന് കാരണമാകുന്നുണ്ട്. കാരണം ഒരുപാട് പുരുഷന്മാർ ഈ വേഷം ധരിച്ചുകൊണ്ട് വേണ്ടാത്ത പണിയെല്ലാം ഒപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വന്നു. ഇനി ചിലപ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ വിഷയമാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ബൂർഖ പരിശോധിക്കണം ഇലക്ഷൻ ടൈമിൽ എന്നൊരു നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ. കാരണം അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ. കാരണം ഇത് ധരിച്ചിപ്പം CPM-മാർക്കൊക്കെ ആണെങ്കിൽ ഇത് പണ്ടും അവരത് ധരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് കള്ളവോട്ടുള്ള സമയത്ത്. ഇപ്പോഴതില്ല, ഇപ്പൊ കള്ളവോട്ട് വളരെ കുറവാണ്. ഇനിയിപ്പോ അത് വരുന്നത് കള്ളവോട്ടിന്റെ പണി എന്തൊക്കെ നിൽക്കാൻ പോവാണ്. കാരണം ഈ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്, തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് എടുക്കുന്ന. അതോടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കള്ളവോട്ടിന് വലിയ സ്കോപ്പ് ഇല്ല. പണ്ട് ഈ നോട്ട് നിരോധനം വന്ന കണക്കാണ്. വേണമെങ്കിൽ അപ്പോഴും സഖാക്കൾ ചോദിക്കും, ഈ തമ്പ് ഇംപ്രഷനൊക്കെ എപ്പോഴും കറക്റ്റ് ആകുമോ, അത് വീഴുമോ എന്ന് ചോദിക്കും. പണ്ട് ചോദിച്ചല്ലേ ഈ എന്താണ് നമ്മുടെ ഡിജിറ്റൽ പേയ്മെന്റ്, ഇതൊക്കെ കപ്പലിക്കാരൻ എങ്ങനെയാണ് ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുന്നത് ചോദിച്ചൊരു മഹാൻ ഈ നാട് ഭരിച്ചതാണ്. തോമസ് ഐസക് മറ്റാണെന്ന് തോന്നുന്നത് ചോദിച്ചത്. ഇന്ന് അദ്ദേഹം പോലും കപ്പലിൽ പഠിക്കണമെങ്കിൽ അവന്റെ കയ്യിൽ പോയിട്ട് UPI കോഡ് അടിച്ച് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പൊ അതാണ് ഇതിപ്പോ നടന്നിരിക്കുന്ന ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന വേളയിൽ നടത്തിയ ഒരു ടെസ്റ്റ് ഡോസ് ആണ്. ഇത് എങ്ങനെയുണ്ട്, ഇനി ഇത് അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ചൂട് വെക്കാൻ. ഇല്ലെങ്കിൽ ധനുഷ് നേരത്തെ പറഞ്ഞ കണക്ക് CPM-ലേക്കോ കോൺഗ്രസിലേക്കോ ഒക്കെ ചേക്കേറി തൽക്കാലം അടങ്ങി ഒതുങ്ങി ഇരിക്കുക, നല്ല സമയം വരുമ്പോൾ പുറത്തു ചാടുക. ഇതാണ് ലക്ഷ്യം.